പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. മനുഷ്യജീവിതം പുൽക്കുടിക്ക് തുല്യമാവുന്നു. മരിച്ചവരെ ഉയർപ്പിക്കുന്നവനെ നിന്റെ തിരുനാമത്തിന് സ്തുതി. പ്രാർത്ഥിക്കാൻ നമുക്ക് സമാധാനം. മണ്ണിൽ നിന്ന് ആദത്തെ സൃഷ്ടിച്ചവനും അയാളുടെ സന്താനങ്ങളെ ഉത്ഥാനം വഴി നവീകരിക്കുന്നവനുമായ കർത്താവെ, നിന്നെ ഞങ്ങൾ ആരാധിക്കുകയും പുകഴ്ത്തുകയും ചെയ്യുന്നു. എന്തുകൊണ്ടെന്നാൽ നീ ആകാശത്തിന്റെയും ഭൂമിയുടെയും രാജാവും ജീവന്റെയും മരണത്തിന്റെയും നാഥനുമാകുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര. എന്റെ ദിവസങ്ങൾ എത്ര പരിമിതങ്ങളാകുന്നു. എന്റെ ജീവിതം നിന്റെ മുൻപിൽ എത്ര നിസ്സാരമാകുന്നു. മനുഷ്യനോ നിക്ഷേപം കൂട്ടുന്നു, അത് ആർക്കു വേണ്ടിയാണെന്ന് അവൻ അറിയുന്നില്ല. എല്ലാ തിന്മകളിൽ നിന്നും എന്നെ രക്ഷിക്കണമേ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദ്യം മുതൽ എന്നേക്കും ആമേൻ. കരുണയാൽ ഞങ്ങളെ സൃഷ്ടിക്കുകയും നീതിയാൽ മരണവിധേയരാക്കുകയും ദയാധിക്യത്താൽ ഉയർപ്പിക്കുകയും ചെയ്യുന്ന കർത്താവെ, നിന്നെ ഞങ്ങൾ ആരാധിക്കുകയും പുകഴ്ത്തുകയും ചെയ്യുന്നു. എന്തുകൊണ്ടെന്നാൽ നീ ആകാശത്തിന്റെയും ഭൂമിയുടെയും രാജാവും ജീവന്റെയും മരണത്തിന്റെയും നാഥനുമാകുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര. നിന്റെ ദാസന്റെ ആത്മാവിനെ സന്തോഷിപ്പിക്കണമേ. നിർഭനാം മിശിഹ കർത്താവേ, അഴലും മരണവും ഇല്ലാതെ ജീവൻ വിളയും രാജ്യത്തിൽ വാനവരോടെ ചിരകാലം ആനന്ദത്തോട് വാണിടുവാൻ ദാസനു വരമെന്നരുളയണം. കർത്താവരും സ്തുത്യർഹരമാകുന്നു. ആദ്യ പിതാവാദത്തെ സൃഷ്ടിച്ചവനാം ദൈവത്തിൽ ആശ്രയമഖിലമടയ്ക്കുന്നു. മർത്യനു ശരണം നീയല്ലോ. ലോകം വ്യർത്ഥം സകലേശ, ഞങ്ങൾ കരുളുക നവജീവൻ. വാഗ്ദാനങ്ങളിൽ കർത്താവ് വിശ്വാസനാകുന്നു. വിലപിക്കരുതേ, മരണത്തിൽ പുനരുദ്ധാനം വരുമല്ലോ. അരുൾ ചെയ്തില്ലേ തിരുനാഥൻ, ദൃഢമായി എന്നിൽ വിശ്വാസം നിക്ഷേപിക്കും മനുജന ഞാൻ അന്തിമ ദിവസം ഉയർപ്പേകും. നീതിമാൻ വിജ്ഞാനം പ്രസംഗിക്കുന്നു. പൗലോസിൻ തിരുവാക്യങ്ങൾ ശാന്തി നിനക്കു പകർന്നിടും. മർത്യര് പുണരുന്നു. ക്ഷയമുള്ളോരക്ഷയനാകും. മർത്യരേവം സകലേശൻ നിതരാം നൂതനമാക്കുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. നിർഭനാം മിശിഹ കർത്താവേ, വാഴ്ത്തി പാടി നമിക്കുന്നേ. വിശ്വത്തിന്റെ വിധാതാവേ, നൽകണമേ പുനരുദ്ധാനം. പരിശുദ്ധന്മാർ വാഴുമിടം ചേർക്കണമെന്നെയും അഖിലേശ. ആദ്യം മുതൽ എന്നേക്കും ആമേൻ. മഹിമയുടന്തിമ വിധി നാളിൽ കർത്താവേ, നീ അണയുമ്പോൾ കരുണയുടെന്നെ നിറുത്തണമേ. നല്ലവരുത്തു വലം ഭാഗം നൽകണമേ. നിത്യായുസ്സിൻ പരമോന്നതമാ പരിവേഷം. എന്റെ സഹോദരനെ, വിശുദ്ധ പൗലോസ് ശ്ലീഹ തെസ്സലോനിക്കക്കാർക്ക് എഴുതിയ ലേഖനം. എന്റെ സഹോദരനെ, മരിച്ചവരെ കുറിച്ച് പ്രത്യാശയില്ലാത്തവരെ പോലെ നിങ്ങൾ ദുഃഖിക്കരുതെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ഈശോ മരണശേഷം ഉയർത്തെഴുന്നേറ്റു എന്ന് നാം വിശ്വസിക്കുന്നു. അങ്ങനെ തന്നെ ദൈവം ഈശോയിൽ മരിച്ചവരെയും അവനോട് കൂടെ ഉയർപ്പിക്കും. നമ്മുടെ കർത്താവ് ആഗമനാകുമ്പോൾ ജീവിച്ചിരുന്നവർ മരിച്ചവർക്ക് മുമ്പ് കടക്കുകയില്ല എന്ന് നമ്മുടെ കർത്താവിന്റെ വാക്കുകളിൽ ഞങ്ങൾ നിങ്ങളെ അറിയിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ നമ്മുടെ കർത്താവ് അധികാരത്തോടും പ്രധാന മാലാഖയുടെ ശബ്ദത്തോടും ദൈവത്തിന്റെ കാഹളത്തോടും കൂടെ സ്വർഗ്ഗത്തിൽ നിന്ന് എഴുന്നള്ളി വരും. മിശിഹായിൽ മരിച്ചവർ ആദ്യം ഉയർത്തെഴുന്നേൽക്കും. അപ്പോൾ ജീവിച്ചിരിക്കുന്നവരായ നാം കർത്താവിന്റെ എതിരേൽപ്പിനായി അവരോടുകൂടെ മേഘങ്ങളിൽ എടുക്കപ്പെടും. നാം എന്നും കർത്താവിനോടുകൂടി ആയിരിക്കുകയും ചെയ്യും. ആകയാൽ ഈ വാക്കുകളാൽ നിങ്ങൾ പരസ്പരം ആശ്വസിപ്പിക്കുവിൻ.
നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. കർത്താവേ, എന്റെ രക്ഷകനായ ദൈവമേ, രാവും പകൽ നിന്നോട് ഞാൻ പ്രാർത്ഥിക്കുന്നു. എന്റെ പ്രാർത്ഥന നിന്റെ പക്കലെത്തട്ടെ, എന്റെ അപേക്ഷ നീ കേൾക്കണമേ. വിശുദ്ധ യോഹന്നാൻ അറിയിച്ച നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ പരിശുദ്ധ സുവിശേഷം. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. എന്റെ വചനം കേൾക്കുകയും എന്നെ അയച്ചവനെ വിശ്വസിക്കുകയും ചെയ്യുന്നവന് നിത്യജീവനുണ്ട് എന്ന് സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു. അവൻ വിധിക്ക് വിധേയനാവുകയില്ല, മരണത്തിൽ നിന്ന് അവൻ ജീവനിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞിരിക്കുന്നു. സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, മരിച്ചവർ ദൈവപുത്രന്റെ ശബ്ദം കേൾക്കുകയും അത് കേൾക്കുന്നവർ ജീവിക്കുകയും ചെയ്യുന്ന സമയമെടുത്തിരിക്കുന്നു. അല്ല, അത് വന്നു കഴിഞ്ഞു. എന്തുകൊണ്ടെന്നാൽ ജീവന്റെ ഉറവിടമായ പിതാവ് തന്റെ പുത്രനെയും ജീവന്റെ ഉറവിടമാക്കിയിരിക്കുന്നു. മനുഷ്യപുത്രനായതുകൊണ്ട് വിധികർത്താവാകുവാനുള്ള അധികാരവും അവന് കൊടുത്തിരിക്കുന്നു. നിങ്ങൾ അതിൽ വിസ്മയിക്കേണ്ട. എന്തുകൊണ്ടെന്നാൽ കല്ലറയിലുള്ളവർ അവന്റെ ശബ്ദം കേൾക്കുന്ന സമയം വരുന്നു. അപ്പോൾ നന്മ ചെയ്തവർ ജീവന്റെ ഉയർപ്പിനും തിന്മ ചെയ്തവർ വിധിയുടെ ഉയർപ്പിനുമായി പുറത്തു വരും. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. മിശിഹായിൽ പ്രിയപ്പെട്ടവരെ, നമ്മുടെ പ്രിയങ്കരനായ വേടുപറമ്പിലെ ബേബിയുടെ നിര്യാണത്തിൽ ദുഃഖിതരായി ഇന്നിവിടെ കൂടിയിരിക്കുന്ന, അഥവാ ബേബിയുടെ ശവമഞ്ചത്തിന് ചുറ്റും കൂടിയിരിക്കുന്ന നാം ഓരോരുത്തരും ഇന്ന് ഈ പ്രിയപ്പെട്ട സഹോദരനോട് വിട പറയുകയാണ്. ദുഃഖം തളം കെട്ടി നിൽക്കുന്ന സാഹചര്യമാണ്. പരസ്പരം ആശ്വസിപ്പിക്കുവാൻ ഒരുപക്ഷെ വാക്കുകൾ കിട്ടാതെ നമ്മൾ വിഷമിക്കുന്നുണ്ടാകും. ഈ വ്യക്തിയോടുള്ള നമ്മൾ ഓരോരുത്തരുടെയും അടുപ്പവും ബന്ധവുമാണ് അതിൻ്റെ കാരണം. അടുപ്പത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും ബഹുമാനത്തിൻ്റെയും ബന്ധത്തിൻ്റെയും ആഴവും വ്യാപ്തിയും അനുസരിച്ച് ദുഃഖത്തിനും ആഴവും വ്യാപ്തിയും കൂടുകയാണ്. അതുപോലെ ആശ്വസിപ്പിക്കുവാൻ വരുന്നവർക്കും വാക്കുകൾ കിട്ടാതെ തപ്പിത്തടയുന്ന രംഗമുണ്ടാകും. എന്തു തന്നെ ആയിരുന്നാലും നമുക്കറിയാം, ഇങ്ങനെ പല വ്യക്തികളും ശവമഞ്ചത്തിൽ കിടക്കുന്നതിന് ചുറ്റും നിന്നുകൊണ്ട് അവർക്ക് വിടവാങ്ങൽ കൊടുത്തിട്ടുള്ളവരാണ് നാം എല്ലാവരും. ഓരോ അവസരം വരുമ്പോഴും ഓരോ തരത്തിൽ പുതിയ പുതിയ വേദനകളാണ് നമ്മെ അലട്ടുക. പൊതുവിൽ ദുഃഖമുണ്ട്, മരണം വേർപാടാണ്, അത് ദുഃഖം നൽകുന്നു എന്ന് പറഞ്ഞാലും ഓരോ വ്യക്തിയുടെയും വേർപാട് ഓരോ തരത്തിലുള്ള വേദനകളും ദുഃഖങ്ങളും നമുക്ക് നൽകുകയാണ്. ഇന്ന് ഈ കുടുംബത്തെ സംബന്ധിച്ച്, ഈ കുടുംബത്തിലെ അല്ലെങ്കിൽ വേളുപറമ്പിലെ സ്റ്റീഫൻ സാറിൻ്റെ മക്കളിൽ ഏറ്റവും മൂത്തവൻ്റെ വേർപാടാണിത്. ഈ വേർപാട് എല്ലാവർക്കും ഒരു ആഘാതം തന്നെയാണ്, ശരിക്കും ഒരു വിടവാങ്ങലാണ്. അതുകൊണ്ട് തന്നെ ഈ കുടുംബാംഗങ്ങൾ ഓരോരുത്തർക്കും എൻ്റെ ഹൃദയംഗമായ അനുശോചനം അറിയിക്കുകയാണ്. ഇന്നിവിടെ കൂടിയിരിക്കുന്ന എല്ലാവരുടെയും നാമത്തിൽ, പ്രത്യേകിച്ച് അദ്ദേഹത്തിൻ്റെ പിതാവായ സ്റ്റീഫൻ സാറിന്, അദ്ദേഹത്തിൻ്റെ സഹധർമ്മിണിക്ക്, മക്കൾക്ക്, കൊച്ചുമക്കൾക്ക്, സഹോദരങ്ങൾക്ക്, കുടുംബാംഗങ്ങൾക്ക്, ഇന്നിവിടെ കൂടിയിരിക്കുന്ന നാം ഓരോരുത്തരും ഇങ്ങനെ ചിന്തിച്ചാൽ കരഞ്ഞുകൊണ്ടിരിക്കുവാനേ സമയമുണ്ടാവുകയുള്ളൂ. പക്ഷെ നമ്മുടെ ജീവിതം അതിനു വേണ്ടിയിട്ടുള്ളതല്ല. നമ്മൾ വിശ്വാസികളാണ്. നമ്മുടെ വിശ്വാസം നമുക്ക് കരുത്തേകുന്നുണ്ട്. നമ്മൾ തളരുന്ന സന്ദർഭങ്ങളിൽ നമ്മെ താങ്ങുവാൻ വേണ്ടി, നമ്മൾ ബലഹീനരാകുമ്പോൾ നമുക്ക് ശക്തി നൽകുവാൻ വേണ്ടി, നമ്മൾ ദുഃഖിതരാകുമ്പോൾ നമുക്ക് സന്തോഷം പകരുവാൻ വേണ്ടി, തളരുമ്പോൾ മുമ്പോട്ട് നയിക്കുവാൻ വേണ്ടിയിട്ട് ആവശ്യമായിട്ടുള്ള എല്ലാ സംവിധാനവും ഉള്ളതാണ് നമ്മുടെ വിശ്വാസം. സഭയുടെ വിശ്വാസത്തിന്റെ അതോട് നാം ഓരോരുത്തരും എന്നും അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് നമ്മൾ വായിച്ചു കേട്ട സുവിശേഷ ഭാഗങ്ങള്, ലേഖന ഭാഗങ്ങളെല്ലാം നമുക്ക് ആശ്വാസപ്രദമാണ്, ആശ്വാസം നൽകുകയാണ്. ഈ അവസരത്തിൽ എനിക്ക് തോന്നുകയാണ്, ഇന്നത്തെ ദിവസത്തിന്റെ പ്രാധാന്യത്തിന്റെ പശ്ചാത്തലത്തിൽ നമുക്കറിയാം, നാം ഇന്ന് ഓശാന ഞായറാഴ്ച ആഘോഷിക്കുകയാണ്. ഇതൊരു ആഘോഷം തന്നെയാണ്. ഓശാന ഞായറാഴ്ച കർത്താവിന്റെ രാജാവ് എന്നുള്ള നിലയിലുള്ള എഴുന്നള്ളത്തായിരുന്നു. ജെറുസലം ദേവാലയത്തെ ലക്ഷ്യമാക്കിക്കൊണ്ട് നടക്കുന്ന ഭക്തജനങ്ങൾ അഭിചാരിതമായിട്ട് യേശുവിനെ കണ്ടുമുട്ടിയപ്പോൾ എല്ലാം മറന്നുകൊണ്ട്, ഇതാ നമ്മുടെ രാജാവ് സന്നിഹിതനായിരിക്കുന്നുവെന്ന് വിളിച്ചു പറഞ്ഞുകൊണ്ട് അവനെ എതിരേൽക്കാമെന്നുള്ള ആവേശത്തോടു കൂടി കർത്താവിന്റെ സന്നിധിയിലേക്ക് ഓടിയെടുക്കുകയാണ്. അവർക്ക് മുൻകൂട്ടി കരുതുവാൻ അവസരമുണ്ടായിരുന്നില്ല, ആരും പറഞ്ഞതുമില്ല. ഏതാണ്ട്
വലിയ പ്രചാരം അല്ലെങ്കിൽ പബ്ലിസിറ്റി കൊടുക്കാതെയാണ് യേശുവും ആ സമയത്ത് അങ്ങ് കടന്നു വന്നത്. കാരണം യേശുവിന് അറിയാമായിരുന്നു എന്റെ ദിവസങ്ങൾ എണ്ണപ്പെട്ടിരിക്കുകയാണ്, ശത്രുക്കളുടെ എണ്ണം കൂടിയിരിക്കുകയാണ്. എന്നാൽ അവിടത്തേക്ക് ഒന്നറിയാമായിരുന്നു, ശത്രുക്കളെക്കാൾ 10 മടങ്ങല്ല 1000-കണക്കിന് ആളുകൾ തന്നെ സ്നേഹിക്കുന്നവരും തന്നെ അനുഗമിക്കുന്നവരുമാണ് എന്ന്. മരത്തിന്റെ ചെല്ലകൾക്ക് മരത്തിൽ കയറി ചെല്ലപ്പെട്ടി മറ്റുള്ളവർക്ക് കൊടുത്തുകൊണ്ട് ആ ഒരു എക്സ് സർവീസ്മാന്റെ ധൈര്യത്തോടും ശക്തിയോടും യേശുവിനുള്ള വിശ്വാസത്തിന്റെ ധീരതയോടും കൂടി ആ ദൈവജനത്തിന് മുമ്പിൽ നിന്നുകൊണ്ട് ഈ ഘോഷയാത്ര നയിക്കുമായിരുന്നുവെന്ന് ഞാൻ എന്റെ ഭാവനയിൽ കാണുകയാണ്. അത് സത്യമാണ് എന്ന് ഞാൻ വിചാരിക്കുകയാണ്. കാരണം അദ്ദേഹം അങ്ങനെയാണ് ജീവിച്ചത്. മാമോദിസയുടെ അവസരം മുതൽ മാമോദിസ ജലം ശിരസിൽ വീണത് ഒരു പക്ഷേ അദ്ദേഹം ഓർക്കുന്നില്ലായിരിക്കാം. മാതാപിതാക്കളുടെ കയ്യിലുള്ള കൊച്ചുകുഞ്ഞായിട്ട് മാമോദിസ മുഖ്യത യാതൊരു വിവരവുമില്ല. പക്ഷെ അവൻ വളർന്നു വന്നതനുസരിച്ച് മാതാപിതാക്കൾ അവനെ പഠിപ്പിച്ചു. ഓരോ അവസരവും അവന് പറഞ്ഞു കൊടുത്തു. ദൈവം ആരാണ്, യേശു ആരാണ്, നമ്മുടെ വിശ്വാസം എന്താണ് എന്ന് പറഞ്ഞു കൊടുത്ത് പഠിപ്പിക്കുവാൻ മാതാപിതാക്കൾക്ക് സാധിച്ചിരുന്നു. അതുകൊണ്ട് ക്രിസ്തീയ വിശ്വാസത്തിൽ വളരുവാനും ശരിക്കും ഒരു ക്രിസ്തുവിന്റെ ഇണയായി എന്ന് മാത്രമല്ല പടയാളിയായിട്ട് തന്നെ ജീവിക്കുവാൻ. എയർഫോഴ്സിലായിരുന്നത് കൊണ്ട് ഒരു പടയാളിയുടെ ദൗത്യം എന്താണ്, ധർമ്മം എന്താണ്, അവൻ ധീരതയോടെ പ്രവർത്തിക്കേണ്ട രംഗം ഏതാണ് എന്നറിയാം. അങ്ങനെയെന്ന വരിയിൽ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഇന്ന് ബേബി ജീവിച്ചിരിപ്പുണ്ട്. ഇന്നത്തെ അവസാന ഞായറാഴ്ച ബേബിക്ക് ഒരു അവസരം കൊടുത്തെങ്കിൽ അവസാന വിളിച്ചുകൊണ്ട് ആ ദേവീജനത്തിന് മുൻപേ നീങ്ങുമായിരുന്നു. പ്രിയപ്പെട്ടവരെ, ആ ഒരു ചിന്ത മതി നമുക്കിന്ന് ഈ ദേഹം എവിടെ എത്തുമെന്ന് തീരുമാനിക്കുവാൻ. യേശുവിന്റെ പിന്നാലെ എണ്ണനിരുന്ന മാമോദിസ ജലം വീണ നിമിഷം മുതൽ മരണം വരെ ക്രിസ്ത്യാനായിട്ട് 100% ക്രിസ്ത്യാനായിട്ട് ജീവിച്ച ദേവി തീർച്ചയായിട്ടും യേശുവിന്റെ കൂടെ നിത്യകിരീടം അണിയുവാൻ പോവുകയാണ്. അദ്ദേഹത്തിന്റെ ശിരസിൽ നാം വെച്ചിരിക്കുന്ന കിരീടം അത് നിത്യകിരീടത്തിന്റെ പ്രതീകമാണ്. നിത്യകിരീടത്തിന്റെ ഇതുവരെയുള്ള അധ്വാനം കൊണ്ട് കേവലം 63 വയസ്സ് മാത്രം അല്ലെങ്കിൽ വർഷങ്ങൾ മാത്രമേ ജീവിക്കുവാൻ അവസരം കിട്ടിയുള്ളൂ എന്നൊരിക്കലും അത് ധാരാളം മതി. എന്തുമാത്രം ചെയ്തു എന്നുള്ളതല്ല, എങ്ങനെ ചെയ്തു, എത്ര വിശുദ്ധിയോടുകൂടി, എത്ര ആത്മാർത്ഥതയോടുകൂടി, എത്ര സ്നേഹത്തോടുകൂടി, എത്ര ത്യാഗമനസ്ഥതയോടുകൂടി നന്മ ചെയ്തു എന്നതിനെയാണ് നോക്കുന്നത്. 63 വർഷക്കാലത്തെ ജീവിതത്തിന്റെ നന്മകൾ ധാരാളം മതി. ദൈവത്തിന്റെ കണക്കിൽ 100% മാർക്ക് വാങ്ങിച്ചു കഴിഞ്ഞു. അതുകൊണ്ട് അവനിനെ പോന്നുകൊള്ളട്ടെ എന്ന് ദൈവം തീരുമാനിച്ചു എന്ന് നമ്മൾ വിചാരിക്കുക. 100% മാർക്കോടുകൂടി നിത്യകിരീടം അണിയുവാൻ ഇതുവരെയുള്ള അധ്വാനത്തിന്റെ ഫലമായിട്ട് സമ്പാദിച്ച നന്മകളുടെ ആ നിത്യസമ്മാനം ഏറ്റുവാങ്ങുവാൻ പോകുന്ന ഈ സഹോദരനെ അദ്ദേഹത്തിന്റെ വേർപാട് ഒരു വേർപാടായിട്ട് കൂടി നമ്മൾ കണക്കാക്കേണ്ടതില്ല, ഒരു യാത്രയയപ്പാടാണ്. അതായത് പിതാവായ സർവത്തിനെയും എല്ലാത്തിനെയും സൃഷ്ടിച്ച് പരിപാലിക്കുന്ന സ്നേഹമുള്ള പിതാവ്, നമുക്കെല്ലാവർക്കുമുള്ള പിതാവ്, ആ പിതാവിന്റെ പ്രിയപ്പെട്ട മകൻ ഈ ബേബി അവനിതാ കടന്നു പോവുകയാണ്. ഇതുവരെ നേടിയ സമ്പാദ്യങ്ങളുടെ നന്മകളുടെ എല്ലാം നിത്യമായി കിരീടം നേടുവാൻ വേണ്ടി യേശുവിന്റെ വിശ്വാസി എന്നുള്ള നിലയിൽ കർത്താവിന്റെ ആ ഉത്തമനായ അനുയായി ഇതാ കടന്നു പോവുകയാണ്. കർത്താവ് പലപ്പോഴും പലതവണ പറഞ്ഞിട്ടുണ്ട്, ഞാൻ വഴിയും സത്യവും ജീവനുമാകുന്നുവെന്ന്. കർത്താവായ യേശുവിന്റെ വഴിയിലൂടെ നടന്നുകൊണ്ട് അവന്റെ അധരങ്ങളിൽ നിന്ന് സത്യമെന്തെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ആ സത്യത്തിന്റെ കാഴ്ചപ്പാട് ജീവിക്കുവാൻ പരിശ്രമിച്ചുകൊണ്ട് അതിനെന്ത് ത്യാഗം കൊടുക്കേണ്ടി വന്നാലും അത് സന്തോഷത്തോടെ കൊടുത്തുകൊണ്ട് അങ്ങനെ സത്യത്തിൽ ജീവിച്ച യേശു നിത്യജീവനിലേക്ക് കിടക്കുകയാണ്. യേശുവാകുന്ന വഴിയിലൂടെ നടന്ന് യേശു വെളിപ്പെടുത്തിയ സത്യങ്ങൾ സ്വീകരിച്ചുകൊണ്ട് യേശുവാകുന്ന നിത്യജീവനിലേക്ക് അവൻ കടക്കുമ്പോൾ ഞാൻ ജീവന്റെയും മരണത്തിന്റെയും കർത്താവാകുന്നു എന്ന് പറയുന്ന യേശുവിന്റെ കരം പിടിച്ചുകൊണ്ട് ജീവന്റെ കർത്താവ് ഇതാ മരണത്തിലും കർത്താവ് തന്നെയാണ്, നിത്യജീവനിലും അവൻ തന്നെ എന്റെ കർത്താവ് എന്നുള്ള നിലയിൽ യേശുവിന്റെ കരം ധൈര്യമായി പിടിച്ചുകൊണ്ട് ഇതാ കടന്നു പോവുകയാണ്. നമുക്ക് ദുഃഖിക്കേണ്ട രംഗങ്ങളൊന്നുമില്ല, അതിനുള്ള കാരണങ്ങൾ യാതൊന്നുമില്ല, സന്തോഷിക്കുവാൻ മാത്രമേ ഉള്ളൂ. ഈ സഹോദരനിലൂടെ നമുക്ക് കിട്ടിയിരിക്കുന്ന അനുഗ്രഹങ്ങളെ ഓർത്ത് നമുക്ക് നന്ദി പറയാം. മാതാപിതാക്കൾക്ക്, സഹോദരങ്ങൾക്ക്, പ്രിയ വ്യക്തിക്ക്, മക്കൾക്ക് എല്ലാം ഈ വ്യക്തിയിലൂടെ ദൈവം തന്നിരിക്കുന്ന അനുഗ്രഹങ്ങളും പലതാണ്. നമ്മൾ കൊടുത്തിട്ടുണ്ട്, അതുപോലെ സ്വീകരിച്ചിട്ടുമുണ്ട് എന്ന് കാണുവാൻ നമുക്ക് സാധിക്കും. കൂട്ടുകാര്, സഹപ്രവർത്തകര്, നാട്ടുകാര് എല്ലാവർക്കും ദേവിയുടെ സ്നേഹം കിട്ടിയിട്ടുണ്ട്. നിങ്ങൾക്ക് പരസ്പര സ്നേഹം പങ്കുവയ്ക്കാൻ സാധിച്ചിട്ടുണ്ട്. സ്വർഗത്തിൽ ഇരുന്നു കൊണ്ട് അവനത് തന്നെ തുടരും. തീർച്ചയായിട്ടും നമ്മുടെ ഒരു പ്രതിനിധി, നമ്മുടെ ഒരു മകൻ, നമ്മുടെ ഒരു സ്നേഹിതൻ അല്ലെങ്കിൽ നമ്മുടെ കുടുംബാംഗം നമുക്ക് വേണ്ടി നമ്മെ സ്നേഹിക്കുവാനും നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനും നമുക്ക് വേണ്ടി അനുഗ്രഹങ്ങൾ വർഷിക്കുവാനും ഇതാ കർത്താവിനോടുകൂടി ദൈവത്തിന്റെ സന്നിധിയിലുണ്ട് എന്നുള്ള വിശ്വാസത്തോടു കൂടി നമുക്ക് വേദിയെ യാത്രയാക്കാം.
നമ്മുടെ ഈ ബന്ധം നിലനിൽക്കട്ടെ. ശാശ്വതമായിട്ടുള്ള ബന്ധമാണ്, ഒരിക്കലും അവസാനിക്കാത്ത ബന്ധമാണ് നമുക്കുള്ളത്. മരണം കേവലം ഒരു കവാടം മാത്രമാണ്. വിളിച്ചു കൊണ്ടുപോകുന്ന ദേവിയുടെ സൗമഞ്ചത്തിൽ ഒരു കുരുത്തോടെ എടുത്ത് വെക്കണമേ എന്ന് ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. മറന്നു പോകാതെ ആരെങ്കിലും അത് പള്ളിയിൽ ചെല്ലുമ്പോഴത്തേക്ക് ഒരു കുരുത്തോടെ ഈ പഞ്ചത്തിൽ വെച്ചിരിക്കണം. അങ്ങനെ ആ കുരുത്തോലയും കയ്യിൽ എത്തിക്കൊണ്ട് യേശുവിന്റെ ഉത്തമ അനുയായിയായിട്ട് കടന്നു ചെല്ലുവാൻ സ്വർഗത്തിലുള്ളവർക്ക് ആവേശം പകർന്നുകൊണ്ട് കടന്നു ചെല്ലുവാൻ ഈ ധീരപടയാളിക്ക് സാധിക്കട്ടെ. അവനിലൂടെ ലോകത്തിലേക്ക് ധാരാളം അനുഗ്രഹങ്ങൾ വർഷിക്കട്ടെ. നമ്മുടെ ദുഃഖം സന്തോഷമായിട്ട് ദൈവം പകർത്തട്ടെ എന്നുള്ള പ്രാർത്ഥനയോടുകൂടി എല്ലാവർക്കും ദുഃഖിക്കുന്നവർക്കും ഒരിക്കൽ കൂടി അനുശോചനം അറിയിച്ചുകൊണ്ട് പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ എന്റെ വാക്കുകൾ ഞാൻ അവസാനിപ്പിക്കുന്നു. ദൈവം നമ്മയെല്ലാം അനുഗ്രഹിക്കട്ടെ. നമുക്കെല്ലാവർക്കും അനുതാപത്തോടും ഭക്തിയോടും കൂടെ നിന്ന് കർത്താവേ ആത്മാവിനോട് കരുണ തോന്നണമേ എന്ന് പ്രാർത്ഥിക്കാം. അനന്തമായ സ്നേഹത്താൽ ഞങ്ങളെ സൃഷ്ടിക്കുകയും അതിലുമായ കൃപയെ ഞങ്ങളെ രക്ഷിക്കുകയും ചെയ്ത മിശിഹായെ, നിന്റെ കൽപ്പനയും ഈ ലോകം വിട്ട് പുറപ്പെടുന്ന ഈ ആത്മാവിനെ നിത്യാനന്ദന്റെ തുറമുഖത്ത് സുരക്ഷിതമായി എത്തിക്കുവാൻ നിന്റെ പരിശുദ്ധ ദൂതന്മാരെ നിയോഗിക്കണമെന്ന് നിന്നോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. നിന്റെ അമൂല്യമായ രക്തം ചിന്തി രക്ഷിച്ച ഈ ആത്മാവിന്റെ അപരാധങ്ങളും കടങ്ങളും ക്ഷമിക്കണമെന്ന് നിന്നോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ദാനം വഴി മനുഷ്യവർഗത്തിന് പ്രതീക്ഷയും ശരണവും പ്രദാനം ചെയ്ത മിശിഹായെ, നിന്റെ മഹത്വത്തിന്റെ പ്രഭയാൽ ഈ ആത്മാവിനെ പ്രകാശിപ്പിക്കുകയും സ്വർഗരാജ്യത്തിന് അവകാശിയാക്കുകയും ചെയ്യണമെന്ന് നിന്നോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ദുഃഖിതരെ ആശ്വസിപ്പിക്കാൻ വേണ്ടി ലാസറിന്റെ മരണത്തിൽ സ്വയം കണ്ണുനീർ ചിന്തിയ മിശിഹായെ, കരയുന്നവരുടെ കണ്ണുനീർ തുടയ്ക്കുകയും അവരെ ആശ്വസിപ്പിക്കുകയും ചെയ്യണമെന്ന് നിന്നോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കരുണാനിധിയും പാവങ്ങൾ പൊറുക്കുന്നവനുമായ മിശിഹായെ, നിന്റെ ദാസന്റെ പാവങ്ങൾ പൊറുക്കുകയും അയാളുടെ കുടുംബാംഗങ്ങളെയും ചാർച്ചക്കാരെ ആശ്വസിപ്പിക്കുകയും ചെയ്യണമെന്ന് നിന്നോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, നിന്റെ കരുണകൾ എനിക്ക് മിക്കുകയും ദയാധികം ഞങ്ങളുടെ പാപങ്ങൾ മാറ്റുകയും ചെയ്യട്ടെ. നിന്റെ മഹനീയമായ ദ്വിത്വ ഞങ്ങളെ സഹായിക്കട്ടെ. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര. കർത്താവേ, നീ ആകാശത്തിലും ഭൂമിയിലും സുതർഹനാകുന്നു. ഞങ്ങളുടെ ജീവന്റെ കാരണവും ആത്മാവിന്റെ പ്രത്യാശയും നീയാകുന്നു. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര. മരണം വരുമൊരു നാൾ ഓർക്കുക മർത്യ, നീ കൂടെ പോരും നിൻ ജീവിത ചെയ്തികളും സൽകൃത്യങ്ങൾ ചെയ്യുക നീ അലസത കൂടാതെ. മരണം വരുമൊരു നാൾ ഓർക്കുക മർത്യ, നീ കൂടെ പോരും നിൻ ജീവിത ചെയ്തികളും സൽകൃത്യങ്ങൾ ചെയ്യുക നീ അലസത കൂടാതെ. ചൊല്ലുക മർത്യ, നീ എന്തിനു കരയുന്നു? വ്യാകുല മാനസനായി എന്തിനു നീറുന്നു? തിരമാലകളാൽ തിങ്ങിമറിഞ്ഞിളകും കടൽ പോലെ. മരണം വരുമൊരു നാൾ ഓർക്കുക മർത്യ, നീ കൂടെ പോരും നിൻ ജീവിത ചെയ്തികളും സൽകൃത്യങ്ങൾ ചെയ്യുക നീ അലസത കൂടാതെ. ഭീകരമരണത്തിൻ കാലടികൾ പൂഞ്ഞാൻ പാപമെനിക്കുള്ളിൽ പേടി വളർത്തുന്നു. സാത്താൻ നിറയും പകയോടെ സതതം അലട്ടുന്നു. മരണം വരുമൊരു നാൾ ഓർക്കുക മർത്യ, നീ കൂടെ പോരും നിൻ ജീവിത ചെയ്തികളും സൽകൃത്യങ്ങൾ ചെയ്യുക നീ അലസത കൂടാതെ. ഞാൻ നല്ലവണ്ണം യുദ്ധം ചെയ്തു, ഞാൻ എന്റെ ഓട്ടം പൂർത്തിയാക്കി, എന്റെ വിശ്വാസം ഞാൻ സംരക്ഷിച്ചു. അതിനാൽ നീതിയുടെ ന്യായാധിപനായ കർത്താവ് ഈ ദിവസം നീതിയുടെ മുടി എന്നെ അണിയിക്കുമാറാകട്ടെ. വിശ്വസ്തരായ ഭൃത്യർക്ക് വാഗ്ദാനം ചെയ്യപ്പെട്ട നിത്യാന്തത്തിലേക്ക്
ദൈവം നിന്നെ പ്രവേശിപ്പിക്കുമാറാകട്ടെ. യാത്രയാകുന്നിതാ പ്രിയജനമേ, കരയല്ലേ കരയല്ലേ പോകുന്നു ഞാൻ. യാത്രയാകുന്നിതാ പ്രിയജനമേ, കരയല്ലേ കരയല്ലേ പോകുന്നു ഞാൻ. ഈ കണ്ണുനീരിൽ കാണുന്നു സ്നേഹത്തിൻ കടലെന്നാലും പോകാതെ വയ്യ. ഈ കണ്ണുനീരിൽ കാണുന്നു സ്നേഹത്തിൻ കടലെന്നാലും പോകാതെ വയ്യ. യാത്രയാകുന്നിതാ പ്രിയജനമേ, കരയല്ലേ കരയല്ലേ പോകുന്നു ഞാൻ. സ്നേഹിച്ചു മുത്തങ്ങൾ തന്ന പൈതങ്ങളെ പാതയോരത്താക്കി പിരിയുന്നു മൂകമായി കരുണാമയൻ കൂട്ടായി വരും. സ്നേഹിച്ചു മുത്തങ്ങൾ തന്ന പൈതങ്ങളെ പാതയോരത്താക്കി പിരിയുന്നു മൂകമായി കരുണാമയൻ കൂട്ടായി വരും. പരലോകവാടിയിൽ കാണാം വീണ്ടും. യാത്രയാകുന്നിതാ പ്രിയജനമേ, കരയല്ലേ കരയല്ലേ പോകുന്നു ഞാൻ. ഈ കണ്ണുനീരിൽ കാണുന്നു സ്നേഹത്തിൻ കടലെന്നാലും പോകാതെ വയ്യ. ഈ കണ്ണുനീരിൽ കാണുന്നു സ്നേഹത്തിൻ കടലെന്നാലും പോകാതെ വയ്യ. യാത്രയാകുന്നിതാ പ്രിയജനമേ, കരയല്ലേ കരയല്ലേ പോകുന്നു ഞാൻ. വാക്കുകൾ കൊണ്ടോ പ്രവൃത്തികൾ കൊണ്ടോ വേദനിപ്പിച്ചെങ്കിൽ ക്ഷമ ചോദിക്കുന്നു. കൂടാരം വേടിയും കുഞ്ഞാടു ഞാൻ.
യുക്തികൾ കൊണ്ടോ വേദനിപ്പിച്ചെങ്കിൽ ക്ഷമ ചോദിക്കുന്നു. കൂടാരം വേടിയും കുഞ്ഞാടു ഞാൻ, ഈ ലോകവാസം പുൽക്കുടി പോലെ യാത്രയാകുന്നിതാ പ്രിയജനമേ. കരയല്ലേ കരയല്ലേ പോകുന്നു ഞാൻ, ഈ കണ്ണുനീരിൽ കാണുന്നു സ്നേഹത്തിൻ കടലെന്നാലും പോകാതെ വയ്യ. ഈ കണ്ണുനീരിൽ കാണുന്നു സ്നേഹത്തിൻ കടലെന്നാലും പോകാതെ വയ്യ. യാത്രയാകുന്നിതാ പ്രിയജനമേ. കരയല്ലേ കരയല്ലേ പോകുന്നു ഞാൻ, കരയല്ലേ കരയല്ലേ പോകുന്നു ഞാൻ, പോകുന്നു ഞാൻ, നമ്മുടെ ദൈവമായ കർത്താവിനെ പൂർണ്ണ ഹൃദയത്തോടെ വാഴ്ത്തി സ്തുതിക്കാം. അവിടുത്തെ അഗാധമായ സ്നേഹത്തെ ഓർത്ത് പാടിപ്പുകഴ്ത്താം. ആമേൻ. പോകുന്നേ ഞാനും എൻ ഗൃഹം തേടി ദൈവത്തോടൊത്തുറങ്ങിടാൻ. എത്തുന്നേ ഞാനെൻ നാഥന്റെ ചാരി കിട്ടിയെന്നൊപ്പമുണർന്നിടാൻ. കരയുന്നോ നിങ്ങൾ എന്തിനായി ഞാനൻ സ്വന്ത ദേശത്ത് പോകുമ്പോൾ? കഴിയുന്നു യാത്ര ഇത്ര നാൾ കാത്ത ഭവനത്തിൽ ഞാനും ചെന്നിതാ. Sa
ദൈവവചനങ്ങളായ ആത്മാവിന് പോഷണം നൽകിയ ദൈവം ഞാൻ പോകുന്നതെങ്കിലും എന്റെ സ്നേഹം എന്നോടുണ്ടായിരിക്കും. സ്വർഗ്ഗരാജ്യത്തിൽ നാം ഒരുമിക്കുന്നതുവരെ നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. കർത്താവേ, നിന്റെ ദാസന്റെ ആത്മാവിനെ നീതിമാന്മാർ രാജ്യത്ത് പ്രവേശിപ്പിക്കണമേ. മണ്ണിൽ നിന്ന് മനുഷ്യനെ സൃഷ്ടിക്കുകയും അവനെ മരണവിധേയനാക്കുകയും ചെയ്യുന്ന ദൈവമേ, നിന്റെ വിശുദ്ധന്മാർ വിശ്രമം കൊള്ളുന്ന കബറിടം എത്ര മനോഹരമാകുന്നു. വിശുദ്ധ മാമോദീസയാൽ മുദ്രവും പരിശുദ്ധ കുർബാനയാൽ പരിപുഷ്ടവും വിശുദ്ധ തൈലത്താൽ അഭിഷിക്തവുമായ ശരീരത്തിന് നിന്റെ ദൈവത്തിന്റെ രണ്ടാമത്തെ ആഗമനം വരെ വിശ്രമം നൽകിയ എന്റെ ഈ കബറിടം നീ പൗത്രീകരിക്കണമേ. ജീവന്റെ മരത്തിന്റെ നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര. കൊണ്ട് നീ എന്നെ തളിക്കുക, ഞാൻ നിർമ്മലനാകും. അതിൽ നീ കഴുകുക, ഞാൻ മണ്ണിനേക്കാൾ വെണ്ണയുള്ളവനാകും. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദ്യം മുതൽ എന്നേക്കും ആമേൻ. ഞങ്ങളുടെ പ്രാർത്ഥനകൾ പരിമളധൂപം പോലെ നിന്നെ പ്രസാദിപ്പിക്കട്ടെ. മനുഷ്യ നീ പൊടിയാകുന്നു, പൊടിയിലേക്ക് തന്നെ മടങ്ങുമെന്ന് അരുളിച്ചെയ്ത സകലത്തിന്റെ നാഥനായ ദൈവം നിന്റെ ഉയർപ്പിന്റെ മാർഗത്തോടെ അവസാന ദിവസം നിന്റെ വലതുഭാഗത്തെ നീ സ്വീകരിച്ച വിശുദ്ധ ഉപരാശികൾ അത്തിന് ദൈവത്തിന്റെ ആശ്രയത്തിൽ നിന്നെ സഹായിക്കട്ടെ. ജീവന്റെ മനത്തിന്റെ നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര. മനുഷ്യ നീ പൊടിയാകുന്നു, പൊടിയിലേക്ക് തന്നെ മടങ്ങുമെന്ന് ഓർത്തുകൊള്ളുക. എന്റെ കർത്താവേ, ഞാൻ പ്രകീർത്തിക്കും മഹിമയണെന്നാള്. കർത്താവേ, നീ അണയുമ്പോൾ കരുണയോടെ നിർത്തണമേ, നല്ലവർക്ക് വലം ഭാഗേ. ആരാധിച്ചു അതുதான் ഞങ്ങൾക്കുത്താനും രക്ഷയും നൽകുന്നു. ആകാശവും നിന്റേതാകുന്നു, ആകാശവും ഭൂതലവും താവകമല്ലോ കർത്താവേ. ജീവിക്കുന്നവന് ഭയം നീ നൽകണമേ മൃതനായുസ്സും. പാടും മൃതങ്ങളുടെ പാപങ്ങൾ മാറ്റണമേ നിൻ കൃപയാലെ. മാമോദീസാവഴിയന്നേ സുതരാലും നോക്കണമേ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ഭാവപുത്രായി മൃതനാമെന്നിൽ കനിയേണം. ജീവൻ നൽകി മഹോന്നതമാം കൃപയുടെ നാട്ടിലും ചേർക്കണം. ഞങ്ങളിതാ നിന്നെ നമിച്ചു പുകഴ്ത്തുന്നു. ജനമെല്ലാം പ്രകീർത്തിക്കട്ടെ ഞങ്ങളുടെ മർത്യ ശരീരങ്ങൾ പുത്താനം നീയേകുന്നു. നാഥ, ഞങ്ങളുടെ ആത്മാവും രക്ഷിക്കുന്നവനല്ലോ നീ. ഉദ്ഘോഷിക്കുകയും സർവേശാനി പരിശുദ്ധൻ, ബലവാനി നീ പരിശുദ്ധൻ, നിത്യനമർത്തിൻ പരിശുദ്ധൻ, നിൻ കൃപ ഞങ്ങൾ കേൾക്കണമേ. നിന്റെ അനുഗ്രഹത്താൽ മരിച്ചവരെ വിശുദ്ധീകരിക്കണമേ. മാലാഖമാരോടുകൂടെ സ്വർഗ്ഗത്തിൽ നിന്ന് സ്തുതിക്കുവാൻ അവരെ യോഗ്യരാക്കണമേ. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര. ഞങ്ങൾ ആരാധിക്കുകയും പുകഴ്ത്തുകയും ചെയ്യുന്നു. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര.
അന്തിമനാളിൽ കാരുണ്യമിഴും വിധിയാൽ വാനവരാജ്യം നേടും മനുജനു ഭാഗ്യം. കറയറ്റവനായി ചിരമഹിമാവിൽ മിന്നിളങ്ങും മുഖമൊടു കല്ലറ വിട്ടെഴുന്നേൽക്കും മനുജനു ഭാഗ്യം. വനികനകായി മുതൽ ഞാൻ കരുതിയ രാജ്യം നേടുകനാഥനിൽ നിന്നതു കേൾക്കും മനുജനു ഭാഗ്യം. ദൈവമേന്റെ പാപങ്ങൾ കഴുകിക്കളയണമേ, മരിച്ചവരെ ഉയർപ്പിക്കുന്നവനെ നിന്റെ തിരുനാമത്തിന് സ്തുതി. ദൈവമേ എന്റെ പാപങ്ങൾ കഴുകിക്കളയണമേ, എന്റെ തെറ്റുകൾ തുടച്ചു മാറ്റണമേ. നിനക്കെതിരായി ഞാൻ പാപം ചെയ്തു പോയി, നിന്റെ സന്നദ്ധയിൽ ഞാൻ തിന്മകൾ പ്രവർത്തിച്ചു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ദൈവമേ പാപങ്ങൾ കഴുകിക്കളയണമേ, മരിച്ചവരെ ഉയർപ്പിക്കുന്നവരെ നിന്റെ തിരുനാമത്തിന് സ്തുതി. പ്രാർത്ഥിക്കാം നമുക്ക് സമാധാനം. സജീവവും ജീവദായകമായ ശബ്ദത്താൽ ദാസനെ ഉയർപ്പിച്ച കർത്താവേ, ആ ശബ്ദം മഹനീയമായ നീതിപതിയുടെ ദിവസത്തിൽ നിന്റെ ദാസൻ ബേബിയെ വിളിക്കുകയും നിന്റെ വലതുഭാഗത്ത് നിർത്തുകയും ചെയ്യട്ടെ. പാപങ്ങൾ പറക്കുന്നവനും കരുണ നിറഞ്ഞവനും നീതിമാനുമായ വിധി കർത്താവേ, ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര. കർത്താവേ, മരിച്ചവരെ നീ കരുണാപൂർവം ജീവിപ്പിക്കണമേ, ജീവിക്കുന്നവരെ ദയാപൂർവം പരിപാലിക്കണമേ. ഉദ്ധാന പ്രതീക്ഷിച്ച മരണമടഞ്ഞവരെ മഹിമയോടെ ഉയർപ്പിക്കണമേ. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര. സകലത്തിന്റെയും നാഥനായ ദൈവം തന്റെ നീതിമാന്മാരോടും വിശുദ്ധരോടും കൂടെ ഉത്കൃഷ്ടമായ ഉയർപ്പും മഹനീയമായ നിത്യജീവനം നൽകി സ്വർഗരാജ്യമാകുന്ന വത്സലത്തേക്ക് ഇയാളെ പ്രവേശിപ്പിക്കുമാറാകട്ടെ. നമ്മിൽ നിന്ന് വേർപെട്ടുപോയ മിശിഹായുടെ ഭൗതിക ശരീരത്തിലെ അംഗത്തെ അനുഗമിക്കുകയും ഈ മൃതസംസ്കാരത്തിൽ സഹകരിച്ച് ഇയാളെ അനുഗ്രഹമാനിക്കുകയും ചെയ്ത നിങ്ങളെല്ലാവരെയും ദൈവം സമർത്ഥമായി അനുഗ്രഹിക്കുമാറാകട്ടെ. അവിടുത്തെ പ്രബന്ധനത്തിൽ നിങ്ങൾ വസിക്കുകയും അവിടുത്തെ കാര്യം നിത്യം നിങ്ങൾ അനുഗമിക്കുകയും ചെയ്യട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. മനുഷ്യ നീ മണ്ണാകുന്നു, മണ്ണിലേക്കു മടങ്ങും നൂനം. അനുതാപ കണ്ണുനീർ വീഴ്ത്തി പാപ പരിഹാരം ചെയ്തു കൊള്ളുക നീ. മനുഷ്യ നീ മണ്ണാകുന്നു, മണ്ണിലേക്കു മടങ്ങും നൂനം. ഫലം നൽകാതുയർന്നു നിൽക്കും വൃക്ഷനിരയെല്ലാം അരിഞ്ഞു വീഴ്ത്തും. എരിതീ
നെന്മണികൾ സംഭരിക്കുന്നു, കെട്ട പതിരെല്ലാം ചുട്ടരിക്കുന്നു. മനുഷ്യ നീ മണ്ണാകുന്നു, മണ്ണിലേക്കു മടങ്ങുന്നൂനം. ആയിരങ്ങൾ വീണു താഴുന്നു, മർത്യമാനസങ്ങൾ വെന്തു നീറുന്നു. നിത്യജീവൻ നൽകിടും നീർച്ചാൽ വിട്ടു മരുഭൂവിൽ ജലം തേടുന്നു. മനുഷ്യ നീ മണ്ണാകുന്നു, മണ്ണിലേക്കു മടങ്ങുന്നൂനം. അനുതാപ കണ്ണുനീർ വീഴ്ത്തി പാപ പരിഹാരം ചെയ്തു കൊള്ളുക നീ. പോകുന്നു ഞാനെൻ വത്സലരേ, അന്തിമയാത്ര പറഞ്ഞിടുന്നു. കേഴേണ്ട കണ്ണീർ ചൊരിഞ്ഞിടേണ്ട, സ്വർഗം പോകുവാൻ പോകുന്നു ഞാൻ. പോകുന്നു ഞാനെൻ വത്സലരേ, അന്തിമയാത്ര പറഞ്ഞിടുന്നു. കേഴേണ്ട കണ്ണീർ ചൊരിഞ്ഞിടേണ്ട, സ്വർഗം പോകുവാൻ പോകുന്നു ഞാൻ. ചെയ്യേണ്ട ജോലികൾ ചെയ്തു തീർത്തു ഞാനെൻ പ്രയാണം പൂർത്തിയാക്കി. നിങ്ങളൻ മാർഗങ്ങൾ പിന്തുടർന്ന സൗഭാഗ്യമെങ്ങും തെളിഞ്ഞു നിൽക്കും. നിങ്ങളൻ മാർഗങ്ങൾ പിന്തുടർന്ന സൗഭാഗ്യമെങ്ങും തെളിഞ്ഞു നിൽക്കും. പോകുന്നു ഞാനെൻ വത്സലരേ, അന്തിമയാത്ര പറഞ്ഞിടുന്നു. കേഴേണ്ട കണ്ണീർ ചൊരിഞ്ഞിടേണ്ട, സ്വർഗം പോകുവാൻ പോകുന്നു ഞാൻ. കന്യാമറിയ
ഹൃദയത്തിൻ നിർമ്മലരാ മക്കളായി ഭൂമിയിൽ ജീവിക്കുവിൻ. ആപത്തിൽ വീഴാതെ സർവേശ്വരൻ സന്തതം നിങ്ങളെ കാത്തുകൊള്ളും. ആപത്തിൽ വീഴാതെ സർവേശ്വരൻ സന്തതം നിങ്ങളെ കാത്തുകൊള്ളും. പോകുന്നു ഞാൻ വത്സലരെ, അന്തിമയാത്ര പറഞ്ഞിടുന്നു. കേഴേണ്ട കണ്ണീർ ചൊരിഞ്ഞിടേണ്ട, സ്വർഗം പോകുവാൻ പോകുന്നു ഞാൻ. ആയിരം തിരിയുള്ള മണിവിളക്കായി നീ ആത്മാവിലെന്നും തെളിഞ്ഞു നിൽക്കും. അന്തിമയാത്രയല്ലോ ഞങ്ങളേകും നിതാ വന്ദനം. ഹൃദയപൂർവം ചുംബനപ്പൂക്കൾ കണ്ണീരുമായി ഞങ്ങളേകുന്നിതാ. ഹൃദയപൂർവം ചുംബനപ്പൂക്കൾ കണ്ണീരുമായി ഞങ്ങളേകുന്നിതാ. അനശ്വരമായൊരു ദൈവരാജ്യത്തിൽ വിശുദ്ധ സിംഹാസനം ലഭിച്ചിടുവാൻ. അനശ്വരമായൊരു ദൈവരാജ്യത്തിൽ വിശുദ്ധ സിംഹാസനം ലഭിച്ചിടുവാൻ. തൊഴുകൈയുമായി നിന്നു യാത്രയയക്കുന്നു വേദനയോടെ ഈ സോദരങ്ങൾ. തൊഴുകൈയുമായി നിന്നു യാത്രയയക്കുന്നു വേദനയോടെ ഈ സോദരങ്ങൾ. സോദരങ്ങൾ സോദരങ്ങൾ അന്തിമയാത്രയല്ലോ ഞങ്ങളേകും നിതാ വന്ദനം. ഹൃദയപൂർവം ചുംബനപ്പൂക്കൾ കണ്ണീരുമായി ഞങ്ങളേകുന്നിതാ. ഹൃദയപൂർവം ചുംബനപ്പൂക്കൾ കണ്ണീരുമായി ഞങ്ങളേകുന്നിതാ.
അറിയാതെയോ അറിവില്ലാതെയോ ചെയ്ത തെറ്റുകൾ ദൈവം ക്ഷമിച്ചിടട്ടെ. അറിയാതെയോ അറിവില്ലാതെയോ ചെയ്ത തെറ്റുകൾ ദൈവം ക്ഷമിച്ചിടട്ടെ. ദിവ്യശരീരവും രക്തവും ആത്മീയ ഭോജനമാക്കിയ ദാസരോടായി, ദിവ്യശരീരവും രക്തവും ആത്മീയ ഭോജനമാക്കിയ ദാസരോടായി, ദാസരോടായി, ദാസരോടായി. അന്തിമയാത്രയല്ലോ